സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചന. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അന്തിമ തീരുമാനമുണ്ടാകും. സുധാകരനെ UDF പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിലെ ചില പ്രമുഖ നേതാക്കൾ സുധാകരനുമായി ആശയവിനിമയം നടത്തിയതായാണ് വിവരം. കൂടുതൽ വിവരങ്ങളുമായി സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, അങ്ങനെ ഒരു ആലോചന ഏത് ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ? എന്നോട് ചോദ്യം ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. സുനിലേക്ക് വരാം. ജി സുധാകരൻ പാർട്ടിയുമായി പിണങ്ങി പിരിഞ്ഞ ശേഷം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ പോകുന്നുവെന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷെ അതൊരു അന്തിമ തീർപ്പായി മാറിയോ എന്ന് നമുക്കറിയില്ല. കോൺഗ്രസിലെ ചില നേതാക്കൾ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുകയും അദ്ദേഹത്തിന് പിന്തുണ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ UDFന്റെ പിന്തുണ നേടിക്കൊണ്ട് CPIMന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമോ? ആ കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ അത്തരമൊരു സാഹചര്യം, അദ്ദേഹം മത്സരിച്ചേക്കുമെന്ന് പറഞ്ഞൊരു അന്തരീക്ഷം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നത് ഇന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. സുനിൽ ഐസക്, സുനിൽ, ഈ സുധാകരൻ മത്സരിക്കും എന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു അന്തരീക്ഷം, അതിന് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ്? നിഷാദ്, ഈ സുധാകരൻ പാർട്ടിയുമായുള്ള ബന്ധം വിച്ഛേദിക്കാനെടുത്ത ആ ഒരു ടൈമിംഗ്, അത് CPMനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ആലപ്പുഴയിൽ ഏതാണ്ട് 6 പതിറ്റാണ്ട് കാലം CPMന്റെ മുഖമായിരുന്ന ഒരു നേതാവ്, സംസ്ഥാന തലത്തിൽ തന്നെ CPMന്റെ സ്വരമായിരുന്ന ഒരു നേതാവ്, അയാളാണ് താൻ ഇനി പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാനില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ പാർട്ടിക്ക് പുറത്തേക്കാണെന്ന് പറഞ്ഞ് ലാൽ സലാം പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ടാണ് സുധാകരനെ പിണക്കിക്കൊണ്ടൊരു നീക്കത്തിലേക്ക്, കടുത്ത നീക്കത്തിലേക്ക് പോവരുത് എന്ന ഒരു നിലപാട് പൊതുവെ പാർട്ടിക്കുള്ളിലുണ്ട്. MA ബേബി അടക്കമുള്ള ആളുകളുടെ പ്രതികരണം ഇന്ന് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ ആകുമ്പോഴും സുധാകരൻ ഒരു അനുനയത്തിനില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. നോക്കണം, നേരത്തെ നോക്കൂ, പണ്ട് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒന്നിച്ച് പറഞ്ഞിട്ടും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇല്ലെന്ന് തീരുമാനിച്ച ഒരു വാശിയുണ്ട് ജി സുധാകരന്. ആ നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇനി പാർട്ടിയിലേക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ നൽകുന്നത് അദ്ദേഹം മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച് ചില അനൗദ്യോഗികമായ ചർച്ചകൾ അദ്ദേഹം പ്രധാനപ്പെട്ട ചിലരുമായി നടത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന കുറേ ആളുകൾ, അവരുമായി അദ്ദേഹം കൂടിയാലോചനകൾ ഇന്നലെ വൈകുന്നേരം നടത്തിയിട്ടുണ്ട്. രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ വിശ്വസ്തരായ ചില ആളുകൾ ഒത്തുചേരുകയും അമ്പലപ്പുഴയിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രഖ്യാപനം CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, കോൺഗ്രസ് അടക്കമുള്ളവരുടെ പിന്തുണ സ്വീകരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും നിൽക്കുക. UDFന്റെ ലേബലിൽ മത്സരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹവുമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് തന്നെയുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കളാണ്, കോൺഗ്രസ് നേതാക്കളാണ് അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകും എന്ന് അദ്ദേഹത്തോട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയിച്ചവരോടും വിളിച്ചവരോടും ഒക്കെ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ആരുടെയും പിന്തുണ സ്വീകരിക്കും, പക്ഷേ ആരുടെയും മുഖമായി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വതന്ത്രനായിട്ടായിരിക്കും മത്സരിക്കുക. എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യരുടെ, എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ വോട്ട് പിന്തുണ താൻ തേടും, സ്വീകരിക്കുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ആലോചിക്കണം, അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അമ്പലപ്പുഴയിൽ അവർ മത്സരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, നേരത്തെ മത്സരിച്ചിരുന്ന ലിജു അവിടെ 3 or 4 തവണ പരാജയപ്പെട്ട ആളാണ്. അതുകൊണ്ട് ലിജുവിനെ അവിടെ നിന്ന് മാറ്റാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആലോചിച്ചിരുന്ന പേര് ഷുക്കൂറിൻ്റെ പേരായിരുന്നു. പക്ഷേ ഷുക്കൂറിനെ അങ്ങനെ സുധാകരൻ മത്സരിക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ഷുക്കൂറിനെ ആലപ്പുഴയിലേക്ക് മാറ്റാനുള്ള ചില നീക്കങ്ങൾ, ചില അനൗദ്യോഗിക ചർച്ചകൾ പോലും കോൺഗ്രസിൽ ഇതിനോടകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. ലിജു ഇത്തവണ കായംകുളത്ത് മത്സരിക്കുമെന്നാണ് ഏതാണ്ട് ഒരു ധാരണയായിരിക്കുന്നത്. പകരം അമ്പലപ്പുഴയിൽ ഷുക്കൂറിനെയാണ് ആലോചിച്ചത്. അതാണ് ഷുക്കൂറിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, ആലപ്പുഴയിലേക്ക് മാറ്റുന്നു. നോക്കൂ, തൊട്ടിപ്പുറത്ത് അമ്പലപ്പുഴയിൽ സുധാകരൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അദ്ദേഹത്തിന് നേരെ എതിരാളി എന്ന് പറയുന്നത് എച്ച് സലാമാണ്. നിലവിലെ അവിടുത്തെ MLA ആയിട്ടുള്ള എച്ച് സലാം തന്നെ, സിറ്റിംഗ് MLA മത്സരിക്കുന്ന സാഹചര്യത്തിൽ സലാം തന്നെയായിരിക്കും അവിടെ എതിരാളിയായി വരിക. സലാം എന്ന് പറയുന്നത് ഒരു കാലത്ത് ജി സുധാകരൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജില്ലയിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ CPMൽ ഇറങ്ങിപ്പോയിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ എന്ന വലിയ ചോദ്യം ഉയർന്നു നിൽക്കുന്ന
മണിക്കൂറുകളിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. അത് ഏറ്റവും വലിയ ഡെവലപ്മെന്റ് ആയിരിക്കും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ എന്നതുകൂടി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. സുധാകരൻ മത്സരിക്കാൻ തീരുമാനിച്ചാൽ സുധാകരനെ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. സൈഫ് സൈൻലാബ്ദീൻ എൻ്റെ കൂടെ ഉണ്ട്. സൈഫ്, സുധാകരനെ മത്സരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക, മാറ്റി നിർത്തുക എന്നത് CPM മുമ്പിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്. പക്ഷെ അതെങ്ങനെ സെറ്റിൽ ചെയ്യും CPM? അത് എളുപ്പമുള്ള കാര്യമാണോ? സുധാകരന്റെ ഡിമാൻഡ് എന്താണ്? അത് CPM മീറ്റ് ചെയ്യാൻ കഴിയുന്ന ഡിമാൻഡാണോ? എന്താണ് അവിടുത്തെ ക്രൈസിസ്, ചലഞ്ച് എന്താണ്? പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സുധാകരൻ മത്സരിക്കാനുള്ള താല്പര്യം MA ബേബി അദ്ദേഹം സുഖമില്ലാതെ കിടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സന്ദർശിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ എത്തിയിരുന്നു. MA ബേബിയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നയാളാണ് G സുധാകരൻ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കാനുള്ള താല്പര്യം അദ്ദേഹം അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ.